തൃശൂർ പൂരം. പൂരപ്പറമ്പ് പോലെ. പൂരം കാണാൻ വന്നതാണോ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ എന്നീ ചൊല്ലുകൾ നമുക്ക് സുപരിചിതം. ഒരു പൂരവും കാണാത്തവർക്കും അല്ലെങ്കിൽ ഒരു പൂരവും മിസ്സാക്കാത്തവർക്കും തൃശൂർ പൂരത്തിന്റെ ഇന്ന് വരെയുള്ള വിശേഷങ്ങൾ അറിയാൻ ഉപകരിക്കുന്ന വീഡിയോ ആണ് ഇത്. മാന്യ പ്രേക്ഷകർക്ക് വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. 1790 1805 കാലത്ത് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കേരളത്തിനകത്തും പുറത്തും ജനശ്രദ്ധയാകർഷിച്ച പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഹാ ഉത്സവമാണ് തൃശൂർ പൂരം. വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ പങ്കെടുക്കാറുള്ള ഈ പൂരം മലയാള മാസമായ മേടമാസത്തിൽ പൂരം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. അഥവാ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിൻ്റെ തലേന്നാണ് പൂരദിനം. വടക്കുംനാഥനെ സാക്ഷി നിർത്തി തൃശൂർ നഗരത്തിലെ പാറമേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നീ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം കണിമംഗലം ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനക്കേമ്പിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്യായനി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നതാണ് തൃശൂർ പൂരം. ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളുള്ള മേളവും പഞ്ചവാദ്യ ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റവും പുലരുന്നതിനു മുമ്പുള്ള വർണ്ണമനോഹരമായ വെടിക്കെട്ടും എക്സിബിഷനുകളുമാണ് പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളെങ്കിലും നിരവധി ചടങ്ങുകൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അവയിൽ ചിലത് തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ്, ബ്രഹ്മസം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട്, അതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലി പിരിയൽ എന്നിവയാണ്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് 50ലേറെ വർഷങ്ങളായി തൃശൂർ കോർപ്പറേഷൻ സഹകരണത്തോടെ നടത്തിവരാറുള്ള പൂരം എക്സിബിഷൻ കേരള സംസ്കാരത്തെയും പൈതൃകത്തെയും സംബന്ധിച്ച നവ്യാനുഭവം പകരുന്നതാണ്. ശക്തൻ തമ്പുരാന്റെ കാലത്ത് തൃശൂരിലെ തന്നെയുള്ള ആറാട്ടുപുഴ പൂരമായിരുന്നു കേരളത്തിൽ ഏറ്റവും പ്രശസ്തം. എന്നാൽ 1796 ശക്തമായ കാറ്റും പേമാരിയും കാരണം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല. അനന്തരം പൂരത്തിനെത്താത്തവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംഭവം അറിഞ്ഞ് കോപിഷ്ഠനായ ശക്തൻ തമ്പുരാൻ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി 1796 അടുത്ത പൂരം നാളിലായി ആരംഭിച്ച ഈ പൂരമാണ് തൃശൂർ പൂരമായി നടന്നുവരുന്നത്. ഇന്ത്യയിലെ എല്ലാ പൂരങ്ങളിലും ഏറ്റവും വലുതും പ്രശസ്തവുമായ ഇത് ലക്ഷങ്ങൾ സന്ദർശകരുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ്. തൃശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ കവാടം ആന തള്ളി തുറക്കുന്നതോടെയാണ് ഈ പൂരത്തിന് വിളംബരമാകുന്നതെങ്കിലും പൂരം ദിനത്തിൽ
വാദ്യമേളങ്ങളോടെയും തിടമ്പും കൊട്ടലും കൊണ്ട് അലങ്കരിച്ച ആനകളുമായി വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ ശ്രീമൂല സ്ഥാനത്തേക്ക് രാവിലെയും രാത്രിയും 2 തവണ എഴുന്നള്ളി പുലർച്ചെ കണിമംഗലം ശാസ്താവിന്റെ വരവോടെയാണ് പൂരദിനം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മഹത്തായതും ഐതിഹാസികമായതും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നതും കുടമാറ്റമാണ്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും 15 വീതം അലങ്കരിച്ച 30 ആനകൾ മുഖാമുഖം പരസ്പരം കുടമാറ്റം നടത്തുന്ന ആചാരം അതിമനോഹരമാണ്. വെടിക്കെട്ടില്ലെങ്കിൽ തൃശൂർ പൂരമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തിരുവമ്പാടിയും പാറമേക്കാവും ചേർന്ന് 7-ാം ദിവസം അതിരാവിലെ തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന അത്ഭുതകരമായ കരിമരുന്ന് പ്രയോഗമാണ് പ്രധാന വെടിക്കെട്ട്. പൂരം പ്രേമികൾ വെടിക്കെട്ടിന്റെ മികച്ച കാഴ്ച ലഭിക്കാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് കാത്തിരിക്കും. പൂരത്തിന് തലേ ദിവസമുള്ള സാമ്പിൾ വെടിക്കെട്ടും തെക്കോട്ടിറങ്ങലിനു ശേഷം വൈകുന്നേരം ഇരുവശത്തും ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന വർണ്ണാഭമായ മിന്നലും അമിട്ടുകളറങ്ങുന്ന വെടിക്കെട്ടും പൂരത്തിന്റെ അവസാനം ദേവതകൾ വിട പറഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള അവസാനത്തെ വെടിക്കെട്ടുമാണ് മറ്റു 3 വെടിക്കെട്ടുകൾ. അപ്രകാരം ആനച്ചമയം ഘോഷയാത്രയും മറ്റൊരാകർഷണമാണ്. പൂരത്തലേന്നാൾ രാവിലെ ആരംഭിച്ച് രാത്രി വൈകുവോളം നീളുന്ന ആനയുടെ മസ്തകത്തിൽ കെട്ടുന്ന നെറ്റിപ്പട്ടവും ആലവട്ടം വെഞ്ചാമരവും ഇരുവിഭാഗക്കാരും പ്രദർശിപ്പിച്ച് വർണ്ണ കുടകളുമേന്തിയുള്ള ഘോഷയാത്ര കാണികളിൽ പ്രത്യേക അനുഭൂതി നൽകുന്നതാണ്. ശബ്ദമലിനീകരണവും മറ്റു ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളും പരിഗണിച്ച് ശബ്ദത്തേക്കാൾ ദൃശ്യത്തിനു കൂടുതൽ പ്രാധാന്യം നൽകി വെടിക്കെട്ടിൽ കാര്യമായ മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ വരുത്താറുണ്ടെങ്കിലും അപകടങ്ങൾ ഇപ്പോഴും തുടർക്കഥയാണ്. തൃശൂർ പൂരം കേന്ദ്രീകരിച്ച് പല കാലങ്ങളിലായി പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാമുള്ള മർമ്മപ്രധാന വിഷയം രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ഇത്തരം വിവാദങ്ങളൊന്നും കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തിനും നമ്മുടെ ടൂറിസം ചുവടുവെപ്പുകൾക്കും ഒരു ഫലവും ചെയ്യില്ല എന്നത് തീർച്ച. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും വിവാദങ്ങളും അപകടങ്ങളുമില്ലാത്ത പൂരങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകുമെന്ന് ആശിക്കാം. എന്നാലും മേൽവിവാദങ്ങൾ നമുക്ക് ഹ്രസ്വമായി പരിശോധിക്കാം. സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിയിൽ പൂരങ്ങളിൽ നടത്തുന്ന വെടിക്കെട്ടിനെ നിയന്ത്രിക്കണമെന്ന് പ്രസ്താവിച്ചിരുന്നു. എന്നാൽ 2007 മാർച്ച് 27 ഈ വിലക്കിൽ നിന്നും തൃശൂർ പൂരത്തെ ഒഴിവാക്കി സുപ്രീം കോടതിയുടെ മറ്റൊരു സുപ്രധാന വിധിയുമുണ്ടായിട്ടുണ്ട്. ആനകളെ രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കുമിടക്ക് എഴുന്നള്ളിക്കരുതെന്ന കേരള ഹൈക്കോടതിയുടെ വിധിയും പിന്നീട് കോടതി തന്നെ തിരുത്തി പുതുക്കുകയുമുണ്ടായിട്ടുണ്ട്. അപ്രകാരം രാത്രിയിലെ വെടിക്കെട്ട് 2016 കേരള ഹൈക്കോടതി നിരോധിച്ചിരുന്നെങ്കിലും 2016 ഏപ്രിൽ 14 തന്നെ ഉപാധികളോടെ വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. ആകയാൽ ബഹുമാനപ്പെട്ട കോടതികളുടെ ഉത്തരവുകൾ നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഉത്തരവുകൾ തിരുത്തപ്പെടുമ്പോൾ ആ പാഠങ്ങൾ പരിഹസിക്കപ്പെടുന്നുമുണ്ടെന്നർത്ഥം. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കും സാമ്പത്തിക ലക്ഷ്യവുമാണെങ്കിൽ ബന്ധപ്പെട്ടവർ അതിൽ നിന്നും പിന്മാറട്ടെ എന്ന പ്രത്യാശയോടെ തുടരാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൃശൂർ പൂരം ഒരു ആനപ്പുറത്ത് ചടങ്ങ് മാത്രമായി നടത്തിയ സന്ദർഭങ്ങളുമുണ്ട്. 1930 കനത്ത മഴയെ തുടർന്നും 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്തും 1948 മഹാത്മാഗാന്ധിജിയുടെ വിയോഗത്തെ തുടർന്നും
1956 കോടതി വെടിക്കെട്ടിന് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും 1962 പൂരം പ്രദർശനത്തിന്റെ വിഹിതം ദേവസ്വങ്ങൾക്ക് സംഘാടകരായ സ്റ്റേഡിയം കമ്മിറ്റി തടഞ്ഞപ്പോഴും 1963 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 2020 കൊറോണ ലോക്ക്ഡൌൺ കാലത്തും 2026 മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനം കാരണവും തൃശൂർ പൂരം ചടങ്ങിലൊതുക്കിയും ഭാഗികമായും പൂർണ്ണമായും നിർത്തിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസിന്റെ ആന്റി ഡ്രോൺ സംവിധാനമടക്കം ആവശ്യമായ പോലീസ് വിന്യാസവും ദേശീയ ദുരന്ത നിവാരണ സേനയും തണ്ടർ ബോൾട്ടും അർബൻ കമാൻഡോകളും തുടങ്ങി വലിയ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കാറുള്ളത്. അപകടരഹിതവും അതോടൊപ്പം പ്രകൃതി സൗഹൃദവുമായ പൂരാഘോഷങ്ങൾ വരും നാളുകളിൽ ഉണ്ടാകുമെന്ന പ്രത്യാശയിൽ തൽക്കാലം വിട.